ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അരിയും മലരും കുന്തിരിക്കവുമൊക്കെ ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും വാങ്ങി വീട്ടിൽ കരുതി വെച്ചോളാനും മരണാനന്തര കർമ്മങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലനെ മുൻനിർത്തി വിളിച്ച മുദ്രാവാക്യം കേരളക്കര ഒരിക്കലും മറക്കാനിടയില്ല. ആലപ്പുഴയിൽ മുഴങ്ങിയ മുദ്രാവാക്യം ശരിക്കും കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളോടും മുഴുവൻ ക്രിസ്ത്യാനികളോടുമുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയും ആഹ്വാനവുമായിരുന്നു. എന്നാൽ അതിൽ ഭീഷണി തന്നെയായിരുന്നു മുഴങ്ങിക്കേട്ടത്. അത്രയും ഇവിടെ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളത് സ്വർഗം ലഭിക്കുന്ന ഞങ്ങൾക്ക് മാത്രമാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുന്നതുവരെ ആ മുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു മതം. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കരുതി വച്ചതൊന്നുമായിരുന്നില്ല സംഭവിച്ചത്. അവർ മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം, അല്ലെങ്കിൽ തീഹാർ ജയിലിൽ ജീവിക്കാം എന്ന് പഠിപ്പിച്ചതാണിവർ. മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തൂക്കിലേറ്റും എന്ന നിയമ സംവിധാനമാണ് ഇവിടെ നടപ്പിലായത്. അപരനെ കൊല്ലാനായി വാളെടുക്കുമ്പോൾ ആ വാള് നിന്റെ കഴുത്തിൽ തന്നെ വന്ന് വീഴും എന്ന വലിയ ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് സത്യമായി പുലരുന്നത്. കീഴ്ക്കോടതിയാണ് വിധിച്ചതെന്നും അതിനപ്പുറത്തേക്ക് അപ്പീലിന് പോകാൻ അവർക്ക് പറ്റുമെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോകൾ ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. ഇരിക്കട്ടെ, അതിനുള്ള റൈറ്റ്സ് അവർക്കുണ്ടെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ നിരപരാധിയാണെങ്കിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടണം എന്ന് ഈ ഭാരതം പറയില്ല. നിരപരാധികൾ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്, അവർ രക്ഷപ്പെടണം. ഇവർ അപരാധികളാണെങ്കിൽ ഇവർ രക്ഷപ്പെടുകയും അരുത്. അതാണല്ലോ വേണ്ടത്. അവര് മര്യാദ പഠിക്കാൻ മറന്നുപോയി. മറ്റുള്ളവരെ മര്യാദ പഠിപ്പിച്ച് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചു, അരിയും കുന്തിരിക്കവും ഒക്കെ. നമ്മുടെ കൃഷ്ണദാസ് സാറ് പറഞ്ഞതുപോലെ, നിങ്ങൾ വെള്ളത്തുണി വീട്ടിൽ കരുതിക്കോളൂ, മരണാനന്തര ക്രിയകൾക്കുള്ള വെള്ളത്തുണി കരുതിക്കോളൂ എന്ന ഒരു വലിയ മുദ്രാവാക്യം കോടതി ഇന്നിവരെ പഠിപ്പിച്ചു. വാളെടുത്ത് അപരന്റെ കഴുത്തു വെട്ടാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നീ തിരിച്ച് നിന്റെ വീട്ടിൽ കയറുമെന്ന് ഉറപ്പുണ്ടോ? ആ ഒരു സത്യമാണ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായി പുലർന്നത്. എന്തായിരുന്നാലും വെള്ളത്തുണി വാങ്ങാൻ മറന്നവരോട് ഇന്നിതാ ചാനൽ ഡിബേറ്റിലും ഓർമ്മിപ്പിക്കുകയാണ്, ഒന്ന് കരുതിക്കോ, മരണം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമല്ല നിങ്ങൾക്കുമുണ്ട്. മര്യാദയ്ക്ക് ജനാധിപത്യ ഭാരതത്തിൽ നിങ്ങളും അവരും നമ്മളെല്ലാവരും ജീവിക്കണം. ഒരു വിഭാഗത്തെ മാത്രം മര്യാദ പഠിപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങ് പ്രൊഫസർമാരാവരുതേ. അടുത്ത ശംഖു പ്രതീക്ഷ ക്യാപ്സ്യൂളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ ഈ സംവാദം കാണുന്ന ചിലരുടെ കമന്റുകൾ അതിലേക്ക് സൂചന നൽകുന്നു. അതായത് ഈ മേൽക്കോടതി ഈ വിധി എഴുതിയ ജഡ്ജിയുടെ മാനസിക നില പരിശോധിക്കാൻ പറയും. മാത്രമല്ല, തൂക്കിയാലും തുറുങ്കിൽ അടച്ചാലും പറയേണ്ടത് പറയുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. ഈ തീവ്രവാദ സംഘടനയെ PFI നിരോധിച്ചെങ്കിലും ഇപ്പോഴും അവർക്ക് പല കോണുകളിൽ നിന്നും കൃത്യമായ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ടല്ലേ അതാണല്ലോ 13 വർഷമായി എല്ലാ അന്വേഷണ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് സവാദുമാർ ഈ നാട്ടിൽ തന്നെയല്ലേ ജീവിച്ചത്, വിവാഹം കഴിച്ചത്, ജോലി ചെയ്തത്. മുഖം മറയ്ക്കാതെ തന്നെയല്ലേ കക്ഷി ഇവിടെ കഴിഞ്ഞത്. എന്തേ പിടിക്കാൻ കഴിയാത്തത്? അയാളെ സഹായിക്കാൻ കൊമ്പത്ത് നിന്ന് ആളുകൾ അവതരിച്ചിരുന്നു. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകും. ആ ഒരു ആത്മധൈര്യം ഇവർക്ക് നൽകുന്നതും ആ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ? തീർച്ചയായിട്ടും PFI നിരോധിച്ചുകൊണ്ട് PFIക്കാരും കൂടി തന്നെ ആയിട്ടൊന്നുമില്ല. പല സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ പറയുന്ന കമന്റുകൾ വന്നു തുടങ്ങിയത് 8 അതുകൊണ്ടാണ് കമന്റുകൾ കുറഞ്ഞിരിക്കുന്നത്. സാധാരണ ഒരു 9:00 ശേഷമാണ് ഇത് പറയുന്നത്. കാരണം അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ മറ്റ് സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇവിടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഒരു സാധാരണ പഴയ PFI യൂണിഫോമിലേക്ക് കയറാൻ ഒരു 9:30 മണി കഴിയാറുണ്ട് സാധാരണ. അത് കഴിഞ്ഞാൽ യൂട്യൂബിലെ കമന്റ് എങ്ങനെയാണ് വരുന്നത് നമ്മൾ നോക്കിക്കോളൂ. അതായത് ശിക്ഷിച്ചാലും വധശിക്ഷ വിധിച്ചാലും എന്താ കോടതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയാനുള്ളത് പറയുകയും ചെയ്യും. ഇവർക്ക് പറയാനുള്ളത് എന്താണ്? ഇവർക്ക് പറയാനുള്ളതാണ് നമ്മൾ ഈ കണ്ടത്. ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും പറയാൻ മാത്രമല്ല ഇവർക്ക് പ്രവർത്തിക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത, ഇവരുമായി യാതൊരു വിധത്തിലും ഒരു ചെറിയ തർക്കത്തിൽ പോലും ഏർപ്പെടാത്ത
ഒരു നിരപരാധിയായ മനുഷ്യനെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ മുമ്പിലിട്ട് അയാളുടെ പെൺമക്കളടക്കമുണ്ട് ആ വീട്ടിൽ അവരുടെ സാന്നിധ്യത്തിൽ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുക മാത്രമല്ല തിരിച്ചറിയാനാവാത്ത വിധം ചുറ്റിക കൊണ്ട് മുഖത്തിൽ അടിച്ച് പരിക്കേൽപ്പിച്ച് ചിന്നിച്ചിതറിയ രൂപത്തിലാക്കി. എന്തിന്? മറ്റുള്ളവർ ഭയപ്പെടണം. ഇവിടെ ഞങ്ങളും മാത്രം മതി, വേറെ ആരും പാടില്ല. ഇനി ആരെങ്കിലും BJP-യിൽ പ്രവർത്തിക്കാനോ അതല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു ഭാരവാഹിയാകാനോ പ്രവർത്തിക്കാനോ ഇനി പോപ്പുലർ ഫ്രണ്ടുകാരെ എതിർക്കാനോ തയ്യാറാകരുത് എന്ന രൂപത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ ഫലം മാത്രമല്ല, ഒരു നിരപരാധിയെ ക്രൂരമായി കൊന്നിട്ട് അവർ ബാക്കിയുള്ളവരെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയത് കൊണ്ടാണ് ഇന്ന് അവരെ കോടതി മര്യാദ പഠിപ്പിക്കുന്നത്. ഇതിൽ വെച്ച് എന്താ പറയാ, അപമാനിച്ചുകൊണ്ട് വികൃതമാക്കിക്കൊണ്ട് ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തെയാണ് അവർ പറയുന്നത്. പറയാനുള്ളത് ഞങ്ങൾ പറയുന്നത് ചെയ്യും. ഇവർക്ക് എന്താണ് ഈ സംഭവത്തോട് പറയാനുള്ളത് എന്നത് വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഇതെല്ലാം മാനസികതയാണ് വ്യക്തമാക്കുന്നത്. കാരണം എന്താണ് ഈ സംഘടന? ഇത് ഇപ്പൊ അവർ പറയുന്നു ഫാസിസത്തെ പ്രതിരോധിക്കാൻ, വർഗീയതയെ പ്രതിരോധിക്കാൻ, ഹിന്ദുത്വയെ നടന്നു നിർത്താനൊക്കെ വേണ്ടി ഞങ്ങൾ നടത്തിയ വലിയൊരു പ്രതിരോധമാണെന്ന്. ഇത് ഈ ഫാസിസം ഈ പറയുന്ന വർഗീയതയും ഹിന്ദുത്വം ഒക്കെ പറയുന്നതിന് മുൻപേ തുടങ്ങിയ ആൾക്കാരാണ്. ഈ POFIയുടെ പൂർവ്വരൂപം സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ആദ്യം ആരംഭിക്കുന്നത്. സിമിയാണ്. സിമി ഉണ്ടാവുന്നത് 1979-ലാണ്. 1979 ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന മൗലാന മൗദൂദിയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനെതിരെ ജിഹാദ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയി കൺവേർട്ട് ചെയ്യാൻ ആരംഭിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ. ഈ 1979 സിമി ഉണ്ടാകുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ജനിച്ചിട്ടില്ല. അന്ന് പറയുന്ന ജനസംഘം പോലും ഇല്ല. അത് ജനതാ അലയൻസ് ലയിച്ചിരിക്കുകയാണ്. BJP ഏതെങ്കിലും ഘട്ടത്തിൽ അധികാരത്തിന്റെ പരിസരത്ത് പോലും എത്തിയിട്ടില്ല. ഈ പറയുന്ന ഹിന്ദുത്വത്തെ പറ്റിയിട്ടുള്ള വാദങ്ങളൊന്നും ഉയർന്നു തുടങ്ങിയിട്ടില്ല. ബാബറി മസ്ജിദ് ഡെമോളിഷൻ കഴിഞ്ഞിട്ടില്ല. ഗുജറാത്തിൽ കലാപം ഉണ്ടായിട്ടില്ല. ഇവർ ഈ പറയുന്ന ഹിന്ദുത്വക്കെതിരായിട്ട് ടോക്കിംഗ് പോയിന്റുകളൊന്നും ഉത്ഭവിക്കുന്നതിന് മുൻപ് 1979 ഇന്ത്യ ഇസ്ലാമികവൽക്കരിക്കാൻ, ഇന്ത്യയുടെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി ജിഹാദ് പ്രഖ്യാപിച്ചിറങ്ങിയ ആളുകളാണ്. ഈ PFI സിമി പിന്നീട് PFI ആയി മാറുന്നത് മറ്റൊരു പശ്ചാത്തലത്താണ്. 1980-കളുടെ ആ ഒരു സമയത്ത് സിമി എന്ന തീവ്രവാദ സംഘടനയെ നിരോധിച്ചത് എന്തിന്റെ പേരിലാ? അവരുടെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പേരിൽ. എന്നാൽ ആ സംഘടനയുടെ തലപ്പത്തിരുന്ന നേതാക്കൾ ഇന്നത്തെ KT ജലീൽ അടക്കം മതേതര മുഖച്ഛായ അണിഞ്ഞിട്ടുണ്ടല്ലോ. ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രവാദിയും ഭീകരനും അവസരോചിതമായി പുറത്തു ചാടും. ഇപ്പോൾ ഹമാസിനെ അനുകൂലിച്ചുണ്ടാക്കിയ മുദ്രാവാക്യങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളിലും ഐക്യദാർഢ്യങ്ങളിലും ഒരുപാട് മുഖങ്ങൾ കപട മതേതര മറ നീക്കി പുറത്തു വന്നത് നമ്മൾ കണ്ടില്ലേ. ഒരു തനി 916 ഭീകരന്മാരായിരുന്നു അവർ എന്ന് നമ്മൾ കണ്ടില്ലേ. അതുപോലെ സിമി എന്ന തീവ്രവാദ സംഘടനയുടെ നേതാക്കളൊക്കെ ഇന്ന് പലതരം സംഘടനകളിലുണ്ട്. പലതിലും സ്ലീപ്പർ സെല്ലുകളാണ്. അവസരം വരട്ടെ സടകുടഞ്ഞെഴുന്നേൽക്കും. അവര് തന്നെ നേതൃത്വം നൽകിയ മറ്റു ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മതപ്രസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് അംഗീകാരം ലഭിക്കുന്നത്? ലഭിക്കും, കേരളമായതുകൊണ്ട്. കണ്ണൂരിലെ നാദാപുരം ഭാഗത്ത് CPIM മുസ്ലിം ലീഗ് തമ്മിൽ നടത്തുന്ന സംഘർഷം ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് മത സ്വഭാവത്തിലേക്ക്, വർഗീയ സ്വഭാവത്തിലേക്ക് മാറിയിരുന്നു. അവിടെ CPIM മുസ്ലിം ലീഗ് സംഘർഷം എന്നത് ഹിന്ദു മുസ്ലിം സംഘർഷമായി മാറിയിരുന്നു. ഈ സമയത്ത് CPIM-ൽ നിന്ന് ഹിന്ദു പാർട്ടിയായിട്ടുള്ള CPIM-ൽ നിന്ന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നാദാപുരം ഡിഫൻസ് ലീഗ് എന്ന പേരിലാണ്, നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിലാണ് ഈ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് ഒക്കെ പിന്നീട് സരസ് കുമാർ എന്ന് പറയുന്ന പോലെ എടുത്ത് ചാർത്തിയ പേരാണ്. അന്നത്തെ അതിന്റെ യഥാർത്ഥ പേര് നാദാപുരം ഡിഫൻസ് ഫ്രണ്ട് എന്നായിരുന്നു. പിന്നീട് ഈ 1979 ഉണ്ടാവുന്ന സിമി, ഈ 1980 ഉണ്ടാവുന്ന NDF, 1992 കാലഘട്ടങ്ങളിൽ ഈ പൂന്തറ കലാപത്തിലൂടെ പ്രസിദ്ധമായിട്ടുള്ള അന്നത്തെ അബ്ദുൾ നാസർ മദനിയുടെ ഇസ്ലാമിക് സേവാ സംഘം ISS, ഈ ISS-മായി ചേർന്നിട്ടാണ് 1994 എന്തായി മാറുന്നത്? ഈ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഭവമായി മാറുന്നത്. 2000-ങ്ങൾക്ക് ശേഷം ഈ വാർ ഓൺ ടെറർ നടന്നല്ലോ. അമേരിക്കയിലുള്ള വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകത്തുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾക്കെതിരെ, ടെറർ നെറ്റ്വർക്കിനെതിരെ വാർ ഓൺ ടെറർ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഇസ്ലാമിക സംഘടന നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ 2001 ഇന്ത്യയിൽ സിമി നിരോധിക്കപ്പെട്ടു. സിമി നിരോധിക്കപ്പെട്ടപ്പോ സംഘടനയില്ലാതായിട്ടുള്ള ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുണ്ട്. ഇന്ത്യൻ ഇസ്ലാമൈസ് ചെയ്യാൻ വേണ്ടി നടന്നിരുന്ന സിമി സ്കോളർമാർ, ഇവർക്ക് സംഘടന ഇല്ലാണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്തു? ഇവര് LDF-നെ അവർ കയ്യേറുകയാണ് ചെയ്തത്. LDF എന്ന് പറയുന്നത് 2003 നടന്നിട്ടുള്ള മാറാട് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ
വളരെ ശക്തമായിട്ടുള്ള ലീഗൽ സ്ക്രൂട്ടണിയും പലതരത്തിലുള്ള അറസ്റ്റും നടപടികളൊക്കെ കൊണ്ട് സംഘടനാപരമായി വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് സംഘടന ഇല്ലാതായി കഴിഞ്ഞിട്ടുള്ള സിമി താത്വികന്മാര് NDF-ന്റെ കേഡർ ബേസിനെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ NDF എന്ന് പറയുന്ന സംഭവത്തെ PFI ആക്കി മാറ്റുന്നത്. സമാന സ്വഭാവമുള്ള ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സംഘടനകളുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലെ വനിത നീതി പസലൈ എന്ന് പറയുന്ന MNP, അതേപോലെ തന്നെ കർണാടകയിൽ ഉണ്ടായിരുന്ന കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്ന് പറയുന്ന KFD, ഇതേപോലെ ആസാമിൽ ഉണ്ടായിരുന്ന സംവിധാനങ്ങളുണ്ട്. ഇത് ചേർത്തുകൊണ്ടാണ് ഇവർ ഈ എന്താണ് എന്താ പറയാ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫണ്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് 1980-കളിൽ ഇവർ NDF ഉണ്ടാക്കുന്ന സമയത്ത് BJP അധികാരത്തിരിക്കുന്ന സമയമല്ല കേട്ടോ. ഈ പറയുന്ന 1994-ല് ഇവർ നാഷണൽ ഡെവലപ്മെന്റ് ഫണ്ട് ഉണ്ടാക്കുന്ന സമയത്തും BJP അധികാരത്തിൽ വന്നിട്ടില്ല. 1996 മാത്രമാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് BJP സർക്കാർ എത്തിയിരിക്കുന്നത്. അതായത് BJP അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അപ്പോൾ BJPയെ എതിർക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ SDPIയും പോപ്പുലർ ഫ്രണ്ടും ഉണ്ടായത് എന്നത് തെറ്റ്. അതിനും എത്രയോ മുമ്പ് തന്നെ ഇവർ സിമിയും NDF-ഉം പോപ്പുലർ ഫ്രണ്ടും PDPയും വ്യത്യസ്തമായ സംഘടനകൾ ഉണ്ടാക്കിയും അതല്ലാതെ സംഘടിതമായും ഈ രാജ്യത്തിനെതിരെ സമാന്തരമായ ഒരു ഭരണകൂടം സ്ഥാപിക്കുന്നതിനു വേണ്ടി, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. നന്ദി.